أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فاليوم لا تظلم نفس شيئا فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون. إن أصحاب الجنة اليوم في شغل فاكهون هم وأزواجهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1528 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 36 അധ്യായമായ സൂറത്തുൽ യാസീനിലെ 54 മുതൽ 58 വരെയുള്ള 5 ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون. إن أصحاب الجنة اليوم في شغل فاكهون هم وأزواجهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم. صدق الله العلي العظيم. സൂറത്ത് യാസീനിലെ 54 മുതൽ 58 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. മരണാനന്തര ജീവിത സംബന്ധമായ ചില ചിത്രങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങൾ കേൾപ്പിച്ചിട്ടുള്ള ആയത്തുകളിൽ അല്ലാഹു നമ്മുടെ മുന്നിൽ വരച്ചു കാണിക്കുന്നത്. പുനരുത്ഥാനം എന്ന യാഥാർത്ഥ്യം അംഗീകരിക്കാൻ സന്നദ്ധരല്ലാതെ ഇസ്ലാമിക പ്രബോധനത്തിനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന മക്കയിലെ ആളുകൾ നിരന്തരമായി ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ചോദ്യമാണ് മത്താ ഹാദൽ വഅദ്, എപ്പോഴാണ് നിങ്ങൾ ഈ പറയുന്ന പുനരുത്ഥാനം സംഭവിക്കുക? ഇതാണ് അവർ ചോദിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾ പറയുന്നത് ഗൗരവത്തിൽ സത്യസന്ധമായി തന്നെയാണെങ്കിൽ അത് എപ്പോ സംഭവിക്കും എന്നൊരു ചോദ്യം അവര് നിരന്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉന്നയിച്ചുകൊണ്ടിരുന്നതാണ്. ഡേറ്റും സമയവും പറഞ്ഞു കേൾക്കാൻ വേണ്ടി ആയിരുന്നില്ല യഥാർത്ഥത്തിൽ അവരുടെ ചോദ്യങ്ങൾ. മറിച്ച് അങ്ങനെ ഒരു സംഗതി ഒരിക്കലും യാഥാർത്ഥ്യമാവുകയില്ല, ഒരിക്കലും അത് സംഭവിക്കുകയില്ല എന്ന അവരുടെ അതിസംബന്ധമായ നിലപാട് ഉറപ്പിച്ച് പറയുന്നതിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ അവര് എപ്പോഴാണ് അത് സംഭവിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചുകൊണ്ടിരുന്നത്. ഡേറ്റ് അറിഞ്ഞ് സമയം അറിഞ്ഞ് അതിനു വേണ്ടി ഒരുങ്ങി തയ്യാറാകാൻ വേണ്ടിയല്ല. അങ്ങനെയുള്ള ഒരു ചോദ്യം ആയിരുന്നില്ല അത്. മറിച്ച് പുനരുത്ഥാനം എന്ന ഒരു സംഗതി ഒരു വെറും കെട്ടുകഥ മാത്രമാണ്, തീർത്തും അടിസ്ഥാനരഹിതമായ ഒരു അന്ധവിശ്വാസം മാത്രമാണത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർ ചെയ്യുന്നത്. അവരുടെ ആ നിലപാടിന്റെ ഭാഗമായിട്ടാണ് ഈ ചോദ്യം അവര് അള്ളാഹുവിന്റെ പ്രവാചകനോട് നിരവധി തവണ ആവർത്തിച്ച് ഉന്നയിക്കുകയുണ്ടായിരുന്നത്. അപ്പൊ അത് സംബന്ധമായിട്ട് അള്ളാഹു ഒരു പ്രതികരണം നടത്തിയത് നമ്മൾ
കാണുകയുണ്ടായി. മാ യൻദുറൂന ഇല്ലാ സ്വൈഹതം വാഹിദ, ഒരൊറ്റ ഘോരഗർജനം, അതുമാത്രമാണ് അവര് യഥാർത്ഥത്തില് കാത്തു നിൽക്കുന്ന ഈ സംഗതി. പുനരുത്ഥാനം എന്ന് പറയുന്നത് അതിശക്തമായ ഒരു അട്ടഹാസം അല്ലെങ്കിൽ ഒരു ഘോര ശബ്ദം, അത് മാത്രമാണ്. അത് സംഭവിക്കുന്നതോടെ അവരെല്ലാവരും അവരുടെ പല തർക്കങ്ങളിലും വ്യവഹാരങ്ങളിലുമൊക്കെ ആയിരിക്കെ തന്നെ പിടികൂടപ്പെടും. അവർക്ക് എന്തെങ്കിലും വസീയത്ത് ചെയ്യാനോ അല്ലെങ്കിൽ സ്വന്തം കുടുംബങ്ങളുടെ അടുക്കലേക്ക് തിരികെ എത്താനോ ഒന്നും സാധിക്കൂല. പിന്നെ അതിനെ തുടർന്ന് കാഹളത്തിൽ ഊതപ്പെടുന്ന ഒരു സംഭവം അരങ്ങേറുന്നതോടെ അവരെല്ലാവരും തന്നെ അവരുടെ കുഴിമാടങ്ങളിൽ നിന്നായിട്ട് എണീറ്റ് ധൃതിയിൽ ഓടുകയായി. അവരുടെ റബ്ബിന്റെ അടുക്കലേക്കാണ് അവര് ലക്ഷ്യം വെച്ച് ഓടുന്നത്. അപ്പൊ അവര് പറയുക മംബഅസനാ മിൻ മർഖദിന എന്നാണ്. അവര് സ്വയം ശപിക്കുന്ന വിധത്തില് അല്ലെങ്കിൽ തീരെ പ്രതീക്ഷിക്കാത്തൊരു സംഗതി സംഭവിച്ചപ്പോൾ ഉള്ള ഒരു അസ്വസ്ഥത പ്രകടിപ്പിച്ചുകൊണ്ട് അവര് പറയുന്നത് യാ വൈലന മംബഅസനാ മിൻ മർഖദിന, എന്തൊരു കഷ്ടം, നാശം, ആരാണ് ഞങ്ങളെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തിയത് എന്നതാണ്. അപ്പോ അതിനുള്ള പ്രതികരണമായിട്ട് അവർ കേൾക്കുന്നത് ഒരുപക്ഷെ അവരുടെ മനസ്സിൽ തന്നെ ഒരു പ്രതിധ്വനിയായിട്ടോ അശരീരിയായിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും അവരോട് പറഞ്ഞ വിധത്തിൽ അവർ കേൾക്കുന്നതായിട്ടോ ഒക്കെയാണ്. ഹാദാ മാ വഅദ റഹ്മാൻ വസദഖൽ മുർസലൂൻ, കരുണാവാരിധിയായ റബ്ബ് വാഗ്ദാനം ചെയ്തിരുന്ന അല്ലെങ്കിൽ താക്കീത് ചെയ്തിരുന്ന കാര്യമാണിത്. ദൂതന്മാരൊക്കെയും ഈ കാര്യം സത്യപ്പെടുത്തി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കേവലമായ ഒരു അതികഠിനമായ ഒരു ശബ്ദം മാത്രമാണ്, ഒരു ഘോര ശബ്ദം മാത്രമാണ്. അതോടെ എല്ലാവരും തന്നെ നമ്മുടെ മുന്നിൽ ഹാജരാവുകയുണ്ടായി എന്നാണ്. നമ്മുടെ മുന്നിൽ എല്ലാവരും തന്നെ ഹാജരാക്കപ്പെടുന്നു എന്ന കാര്യമാണ് അല്ലാഹു അത് സംബന്ധമായിട്ട് പറയുന്നത്. അപ്പോ നിങ്ങൾ കരുതുന്ന പോലെ ആരെങ്കിലും ഒരുപാട് വേർക്കുകയും കഷ്ടപ്പെടുകയും അധ്വാനിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് സംഭവിക്കേണ്ട ഒരു കാര്യമല്ല ഈ പുനരുത്ഥാനം എന്നത്. അള്ളാഹു ഒരു ഒരു വിസിലടിക്കേ വേണ്ടതുള്ളൂ. എല്ലാവരും അള്ളാഹുവിന്റെ ആ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ട് അവന്റെ മുന്നിൽ ഹാജരാകും. ഇതാണ് അള്ളാഹു കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച ഭാഗത്ത് പറഞ്ഞു വെക്കുകയുണ്ടായത്. അതിനെ തുടർന്ന് ആ ഒരു സന്ദർഭം എങ്ങനെയായിരിക്കും യഥാർത്ഥത്തിൽ അരങ്ങേറുക എന്നത് വ്യക്തമാക്കുകയാണ് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ആയത്തുകളിലായിട്ട് അള്ളാഹു. എങ്ങനെയാണ് ആ പുനരുത്ഥാനം എന്നത് ഒരു യാഥാർത്ഥ്യമായിട്ട് പുലരുക? എല്ലാവരും കുഴിമാടങ്ങളിൽ നിന്ന് എണീറ്റ് ഓടും അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാകുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ എല്ലാവരും അവിടെ അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടും. ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് ഒളിച്ചിരിക്കാനോ മാറി നിൽക്കാനോ ഒന്നും ആർക്കും കഴിയില്ല. എല്ലാവരും അവിടെ അള്ളാഹുവിന്റെ മുന്നിൽ മുഹ്ളറൂനായിരിക്കും. മുഹ്ളറൂൻ എന്ന് പറഞ്ഞാൽ ഹാലിറാക്കപ്പെടുന്നവരാണ്. എല്ലാവരും സ്വമേധയാ താല്പര്യപൂർവം വന്ന് അണിനിരക്കുന്നു എന്ന നിലക്കല്ല. ഏതോ ഒരു ശക്തമായ സമ്മർദ്ദം കാരണമായിട്ട്, ഒരു പ്രേരണ കാരണമായി, അല്ലെങ്കിൽ ഒരു അനിവാര്യതയായിട്ട് ബോധ്യപ്പെട്ടുകൊണ്ട് അവര് അള്ളാഹുവിന്റെ മുന്നിൽ അണിനിരക്കുന്നവരായി മാറും എന്നാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോ അതിന് തുടർന്നുള്ള ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ആയത്തുകളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഫല്യൗമ ലാ തുളമു നഫ്സുൻ ഷൈഅ, ഈ ഒരു ദിവസം, ഈ ഒരു നാൾ, ഈ നാളിനൊരു പ്രത്യേകതയുണ്ട്. പുനരുത്ഥാനത്തിന്റെ നാളാണല്ലോ. മരിച്ചുപോയ മുഴുവൻ മനുഷ്യരും അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുന്ന, ഹാജരാക്കപ്പെടുന്ന രംഗത്ത് വരുന്ന നാളാണ്. ഫല്യൗമ ലാ തുളമു നഫ്സുൻ ഷൈഅ, ആ ദിവസത്തിനെ കുറിച്ച് അള്ളാഹു പറയുന്നത് ഈ ഒരു ദിവസം ലാ തുളമു നഫ്സുൻ ഷൈഅ, ഒരാളും തന്നെ ഒരു വിധത്തിലുമുള്ള നീതി നിഷേധത്തിനും അല്ലെങ്കിൽ അക്രമത്തിനും ഇരയാവുകയില്ല. സമ്പൂർണമായ അർത്ഥത്തിലുള്ള നീതിയാണ് ഇന്ന് പുലരുക. ഒരാൾക്കും ഒരു പരാതിയും പറയാനില്ലാത്ത വിധത്തില് നീതി നടപ്പിലാക്കപ്പെടുന്ന ഒരു ദിവസമാണിത്. ഫല്യവും, ഈ ദിവസം.
പുനരുത്ഥാനത്തിന്റെ നാള്, അള്ളാഹുവിന്റെ മുന്നിൽ എല്ലാവരും ഹാജരാക്കപ്പെടുന്ന ആ ദിവസം, അത് ലാ തുളലമു നഫ്സുൻ, ഒരാത്മാവും ഒരു അക്രമത്തിനും ഇരയാവുകയില്ല. ഒരാളും ഒരു വ്യക്തിയും തന്നെ ഒരു വിധത്തിലുള്ള നീതി നിഷേധത്തിനും അക്രമത്തിനും ഇരയാവുകയില്ല. ലുൽമ് എന്ന് പറഞ്ഞ അടിസ്ഥാനപരമായിട്ട് അക്രമം എന്നാണ്. അത് എന്തെങ്കിലും അവകാശം ഹനിക്കലാവാം, സ്വാതന്ത്ര്യം നിഷേധിക്കലാവാം, പീഡനം ഏൽപ്പിക്കപ്പെടലാവാം, ഇതൊക്കെ അതിന്റെ പരിധിയിൽ വരുന്നതാണ്. അപ്പൊ ഈ ദിനം അനർഹമായ വിധത്തിൽ ആരും ഒന്നും നേടുകയില്ല. അർഹിക്കാത്തതായ ഒരു പ്രയാസവും ആരും അനുഭവിക്കേണ്ടിയും വരില്ല. ഒരാൾക്കും ഒരാളുടെയും അവകാശങ്ങളെ ഹനിക്കാൻ ഈ ദിവസം സാധിക്കില്ല. പൂർണ്ണമായ അർത്ഥത്തിൽ നീതി നടപ്പിലാക്കപ്പെടുന്ന ദിവസമാണിത്. ഫല്യൗമ ലാ തുളലമു നഫ്സുൻ ഷൈഅ, ഒരാളും തന്നെ ഒരുവിധ അക്രമത്തിനും ഇരയാവുകയില്ല എന്ന്. അതോടൊപ്പം അള്ളാഹു ചേർത്ത് പറയുകയാണ്, ഫലാ തുജ്സൗന ഇല്ലാ മാ കുന്തും തഅമലൂൻ, നിങ്ങള് ഈ ദിവസം എന്തെങ്കിലും സ്വാധീനം ചെലുത്തി എന്തെങ്കിലുമൊക്കെ ശുപാർശയൊക്കെ ഉണ്ടാക്കി അടിച്ചെടുത്ത് നിങ്ങൾ അർഹിക്കാത്ത വല്ലതും നേടാനും കഴിയുമെന്ന് കരുതണ്ട. കാരണം എന്താ? വലാ തുജ്സൗന, നിങ്ങൾ പ്രതിഫലം നൽകപ്പെടുകയില്ല. ഇല്ലാമാ കുന്തും തഅമലൂൻ, നിങ്ങൾ ചെയ്ത കാര്യങ്ങൾക്കല്ലാതെ, നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്കല്ലാതെ പ്രതിഫലം നൽകപ്പെടാൻ പോകുന്നില്ല. നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് അള്ളാഹു ചിലപ്പോ പ്രതിഫലം മൾട്ടിപ്ലൈ ചെയ്ത് തന്നു വരും. അത് അള്ളാഹുവിന്റെ ഔദാര്യമാണ്. അള്ളാഹു പെരുപ്പിച്ച് തന്നു വരും. എന്നാൽ ഒരിക്കലും തന്നെ നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾക്കല്ലാത്ത പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുകയില്ല. നിങ്ങൾ അർഹിക്കാത്ത വിധത്തിലുള്ള ശിക്ഷ നിങ്ങൾ ഏറ്റുവാങ്ങേണ്ടിയും വരില്ല. ഒരു വിധത്തിലുള്ള അനീതിയും ഇന്ന് പ്രയോഗത്തിൽ വരില്ല. ഇതാണ് അള്ളാഹു ആ നാളിനെ വിശേഷിപ്പിച്ചുകൊണ്ട് പറയുന്നത്. അപ്പൊ ഇവിടെ ഇന്ന് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്ന ഈ ആയത്ത് മുതൽ ഞാൻ ഇന്നത്തെ നമ്മുടെ ഈ 88-ാമത്തെ ആയത്ത് വരെയുള്ള ഭാഗം, ഇത് മുഴുവനായിട്ടും തന്നെ അള്ളാഹു നമ്മെ അറിയിക്കുന്ന വിധത്തിലുള്ള ഒരു ശൈലിയിലാണ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അള്ളാഹുവിന്റെ വാക്കുകളായിട്ടാണ്, അള്ളാഹു പറയുന്ന വിധത്തിലാണ് ഈ കാര്യം അവതരിപ്പിച്ചിരിക്കുന്നത്. ഫല്യൗമ ലാ തുളലമു നഫ്സുൻ ഷൈഅ, ഇന്നൊരാളും തന്നെ ഒരു അതിക്രമത്തിനും ഇരയാവുകയില്ല. വലാ തുജ്സൗന, ഒരാൾക്കും പ്രതിഫലം നൽകപ്പെടുകയില്ല. ഇല്ലാമാ കുന്തും തഅമലൂൻ, നിങ്ങൾ ചെയ്തതിനുള്ള പ്രതിഫലമല്ലാതെ, നിങ്ങളുടെ അമലുകൾക്കുള്ള ജസാ ആയിട്ടല്ലാതെ ആർക്കും ഒരു ജസാവും ലഭിക്കാനും പോകുന്നില്ല. ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗ്ലിൻ ഫാക്കിഹൂൻ, എന്നിട്ട് അള്ളാഹു ഒരു വിഭാഗം ആളുകളെ വിവരിക്കുകയാണ്. ആളുകൾ ഒന്നുകിൽ സ്വർഗാവകാശികളായിട്ട് മാറുന്നു, അല്ലെങ്കിൽ നരകത്തിലേക്ക് പോകേണ്ടവരായിട്ട് മാറ്റി നിർത്തപ്പെടുന്നു. ഈ ഒരു ഘട്ടത്തില് ആ സ്വർഗാവകാശികളുടെ അവസ്ഥ എന്തായിരിക്കും എന്നത് അള്ളാഹു ഇവിടെ പറയുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം കഠിനമായ ഒരു വിചാരണയോ അല്ലെങ്കിൽ ഒരുപാട് നേരം തടഞ്ഞു നിർത്തപ്പെടുകയോ ഒന്നും ഉണ്ടാവില്ല. അതൊരു ലളിതമായ എളുപ്പമായ ഒരു പ്രക്രിയയാണ്. സുഹൃതവാന്മാരായ സത്യവിശ്വാസികളുടെ കാര്യത്തിൽ ഒന്നുകിൽ വിചാരണ തന്നെ ഇല്ലാതെ അവര് സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുന്നു, അതല്ലെങ്കിൽ വളരെ ലളിതമായ ഒരു വിചാരണ ഉള്ള വിധത്തില് അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുന്നു. വലിയ കുറ്റവാളികളായ എന്നാൽ വിശ്വാസികളായ ആളുകൾ, അവരുടെ കാര്യത്തിലെ ഹദീസുകൾ സൂചിപ്പിക്കുന്നത് മഹ്ശറിന്റെ ആ വിചാരണയുടെ കാലം അത്രയും കാത്തുകെട്ടി കിടക്കേണ്ടി വരിക എന്നതും അത് കാരണമായിട്ട് അനുഭവിക്കേണ്ടി വരുന്ന മനസ്സംഘർഷവും പ്രയാസങ്ങളും ഒക്കെ ആയിട്ട് അവർക്കുള്ള ശിക്ഷ വലിയ അളവോളം തീർന്നു പോകും. അതോടെ മഹ്ശർ കഴിയുന്നതോടുകൂടി അവരുടെ കാര്യത്തിൽ തീർപ്പ് കൽപ്പിക്കപ്പെടും എന്ന നിലക്ക് ഹദീസുകളിൽ കാണും. ചിലരുടെ കാര്യത്തിൽ അതിഭീകരമായ കുറ്റങ്ങൾ ചെയ്ത ആളുകളുടെ കാര്യത്തിൽ അവർ വിശ്വാസികളെങ്കിൽ അതിനുള്ള ശിക്ഷ അവർ നരകത്തിൽ അനുഭവിക്കേണ്ടി വരും.
അത് അത്രയും കടുപ്പമുള്ള കുറ്റങ്ങൾ ചെയ്ത ആളുകളുടെ കാര്യത്തിലാണ്. അപ്പൊ ഇവിടെ അള്ളാഹു പറയുന്നത് ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗ്ലിൻ ഫാക്കിഹൂൻ. അന്ന് സ്വർഗാവകാശികൾ, സ്വർഗത്തിൽ എത്തിച്ചേരുന്ന ആളുകൾ എന്തായിരിക്കും അവരുടെ അവസ്ഥ? അവര് ഫീ ശുഗ്ലിൻ ഫാക്കിഹൂൻ, അവര് വല്ലാത്ത ആനന്ദ നിർവൃതി നൽകുന്ന അനുഭവങ്ങളിൽ മുഴുകിയിരിക്കുകയായിരിക്കും. അവര് ഫീ ശുഗ്ലിൻ, ചില പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ ചില എൻഗേജ്മെന്റ്സിലാണ്. ആ എൻഗേജ്മെന്റ്സിന്റെ സ്വഭാവം എന്താണ്? ഫാക്കിഹൂൻ എന്നതാണ്. അതിൽ അവര് വലിയ ആനന്ദം അനുഭവിക്കുന്ന ആളുകളായിട്ടാണ് അവർ ആ കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കുന്നത്. അപ്പൊ അവരെ ആനന്ദിപ്പിക്കുന്ന വിധത്തിലുള്ള ചില പ്രവർത്തനങ്ങളിൽ അവര് മുഴുകിയിരിക്കുകയായിരിക്കും അവര് ആ സ്വർഗ ലോകത്ത് എന്നാണ് അള്ളാഹുവിടെ വ്യക്തമാക്കുന്നത്. ഇനി അതിന്റെ ചില വിശദാംശങ്ങൾ കൂടി അള്ളാഹു പറയുകയാണ്. ഹും വ അസ്വാജുഹും, അവരും അവരുടെ ഇണകളും, ഫീ ളിലാലിൻ, നല്ല ശീതളിമയിലായിരിക്കും, തണൽ വിരിച്ചു നിൽക്കുന്ന സ്വർഗത്തോപ്പിലായിരിക്കും അവരുണ്ടാവുക. ഫീ ളിലാലിൻ, അവര് നല്ല ശീതള തണല് വിരിച്ചു നിൽക്കുന്ന ഇടങ്ങളിലായിരിക്കും. അലൽ അറായിക്ക് മുത്തക്കിഊൻ, അവര് അവരുടെ ഇരിപ്പിടങ്ങളിൽ ചാരിയിരിക്കുന്ന അവസ്ഥയായിരിക്കും. ഇരിപ്പിടങ്ങളിൽ പരസ്പരമുള്ള സ്നേഹ സൗഹാർദ്ദ സന്തോഷങ്ങളൊക്കെ പങ്കിട്ടുകൊണ്ട് അവര് ഈ തണൽ വിരിച്ച് നിൽക്കുന്ന സ്വർഗത്തിലെ ജന്നത്തിലെ ഇടങ്ങളിലായിരിക്കും ആനന്ദ ഉല്ലാസങ്ങളിലായിട്ട് കഴിയുക ആ ഘട്ടത്തിൽ എന്നാണ് അള്ളാഹുവിടെ വ്യക്തമാക്കുന്നത്. അത് ഹും വ അസ്വാജുഹും, അവരും അവരുടെ ഇണകളും. അപ്പോ ഈ സ്വർഗാവകാശികളായിരിക്കുന്ന ആളുകള്, അവർക്ക് അള്ളാഹു നിശ്ചയിച്ച ഇണകള്, അല്ലെങ്കിൽ ഈ ഭൗതിക ലോകത്ത് തന്നെ അവരോടൊപ്പം ഉണ്ടായിരുന്ന ഇണകളെ അവർക്ക് ഏറ്റവും സന്തോഷം പകരുന്ന രൂപത്തിലും സ്വഭാവത്തിലും ഒക്കെയായി അവരെ പരിവർത്തിപ്പിച്ച വിധത്തിലായിരിക്കും അതുണ്ടാകുക. ഒരിക്കലും ഒരാളും തന്റെ ഇണയിൽ നിന്ന് ഒരു അസംതൃപ്തി നേരിടേണ്ടി വരുന്ന ഒരവസ്ഥ അവിടെ ഉണ്ടാവില്ല. അപ്പം ഭൗതിക ലോകത്ത് അവരോടൊപ്പം കഴിഞ്ഞിരുന്ന അവരുടെ ഇണകൾ തന്നെയാണെങ്കിലും പല വിധത്തിലുള്ള അസംതൃപ്തികളും അസ്വസ്ഥതയും ഒക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവുമല്ലോ. അത് പരിഹരിക്കപ്പെട്ട വിധത്തിലായിരിക്കും അവര്, എന്ന് പറഞ്ഞാൽ പരസ്പരം വളരെയേറെ സ്നേഹവും സന്തോഷവും ഉള്ള വിധത്തില് ഇണകളായിക്കൊണ്ട് അവര് സ്വർഗത്തിന്റെ ശീതളഛായയില് പരസ്പരം നോക്കിയിരിക്കുന്ന ചാരുമഞ്ചങ്ങളിൽ ചാരിയിരിക്കുന്ന ഒരവസ്ഥയിലായിരിക്കും അവരുണ്ടാവുക. ഫീ ശുഗ്ലിൻ ഫാക്കിഹൂൻ എന്നതിന്റെ ഒരു വിശദീകരണമായിട്ട് നമുക്ക് അതിനെ മനസ്സിലാക്കാം. അവര് ഏറ്റവുമേറെ ആനന്ദം പകരുന്ന അവരുടെ ചില നിമിഷങ്ങളിലായിരിക്കും സ്വർഗത്തിൽ ഉണ്ടാവുക. അത്തരം ചില എൻഗേജ്മെന്റ്സിലായിരിക്കും അവരുണ്ടായിരിക്കുക. എന്നിട്ട് ലഹും ഫീഹ ഫാക്കിഹത്തുൻ, അവർക്ക് അവിടെ എല്ലാവിധ പഴവർഗ്ഗങ്ങളും അതുപോലെ ഭക്ഷ്യപദാർത്ഥങ്ങളും പാനീയങ്ങളും ഒക്കെ നൽകപ്പെടും. അതൊക്കെ അവർക്ക് ലഭ്യമാണ് അവിടെ. ലഹും ഫീഹ ഫാക്കിഹത്തു, ഫാക്കിഹത്ത് എന്ന് പറഞ്ഞാൽ പഴങ്ങളാണ്, ഫലവർഗ്ഗങ്ങളാണ്. അത് കുടിക്കാനും ഭക്ഷിക്കാനും ഒക്കെ ഉള്ള വിധത്തിലുള്ള രൂപങ്ങളിലാവാം അതിന് സാധ്യതയുണ്ട്. ലഹും ഫീഹ ഫാക്കിഹത്തുൻ വലഹും മാ യദ്ദഊൻ. അതുകൊണ്ടാണ് ചില ട്രാൻസ്ലേഷൻസിൽ അവർക്ക് അന്നപാനീയങ്ങൾ എന്നാണ് വിവർത്തനം കൊടുത്തിരിക്കുന്നത്. അവർക്ക് വേണ്ട അന്നപാനീയങ്ങൾ അവർക്ക് ലഭ്യമായിക്കൊണ്ടേയിരിക്കും. മാത്രമല്ല വലഹും മാ യദ്ദഊൻ, അവരാവശ്യപ്പെടുന്നതൊക്കെയും അവർക്ക് അവിടെ ലഭ്യമായിരിക്കും. ഇദ്ദഅ എന്ന് പറഞ്ഞാൽ ആവശ്യപ്പെട്ടു, ചോദിച്ചു എന്നൊക്കെയാണ് അർത്ഥം. എന്തൊക്കെയാണോ അവര് ചോദിക്കുന്നത്, ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ ഓർഡർ ചെയ്യുന്നത്, അതൊക്കെയും അവർക്ക് നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലായിരിക്കും അവരവിടെ ഉണ്ടാവുക. ആ ഘട്ടത്തില് അവർക്ക് കേൾക്കാൻ സാധിക്കുന്നത് സലാം എന്നാണ്. സലാമുൻ, ആരാണിത് പറയുന്നത്? ഖൗലം മിർ റബ്ബിർ റഹീം, കാരുണ്യവാനായ റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള ആശംസയാണ്. സലാം, സമാധാനം, ശാന്തി
നിങ്ങൾ മനസ്സിന്റെ ആനന്ദം, ശാന്തി, സമാധാനം ഒക്കെ അനുഭവിച്ചോളൂ എന്ന വിധത്തില് കാരുണ്യവാനായ റബ്ബിന്റെ, റഹീമായ റബ്ബിന്റെ ആശംസയാണ് അവർക്ക് കേൾക്കാൻ പറ്റുന്നത്. അപ്പോ പുനരുത്ഥാനം എന്നതൊരു യാഥാർത്ഥ്യമാണ്. അത് ആരെങ്കിലും കാത്തുനിന്ന് അങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു സംഗതിയല്ല. അന്ത്യനാള് സാഴത്ത് തന്നെയും ഒരു ഘോരഗർജനം പോലെ, അതികഠിനമായൊരു ശബ്ദം പോലെ അനുഭവപ്പെടുകയും അതോടെ അവരൊക്കെയും തന്നെ മരിച്ചു വീഴുകയും ചെയ്യുന്ന ഒരു അനുഭവമാണ്. അതിനെ തുടർന്ന് അള്ളാഹു സൂറ് അല്ലെങ്കിൽ കാഹളത്തിൽ ഊതുന്നതോടുകൂടി എല്ലാവരെയും അള്ളാഹു പുനരുജ്ജീവിപ്പിക്കുകയായി. എല്ലാവരും അള്ളാഹുവിന്റെ അടുക്കലേക്ക് ധൃതിയിൽ ഓടിയെത്തും. എല്ലാവരും അവിടെ അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടും. ആ ഒരു സന്ദർഭം നീതി മാത്രമേ അവിടെ നടപ്പിലാവുകയുള്ളൂ. യാതൊരു വിധത്തിലുള്ള അനീതിയും അക്രമവും നീതി നിഷേധവും അവകാശ നിഷേധവും ഒന്നും ഉണ്ടാവില്ല. ആ ദിവസത്തിന്റെ ഒരു പ്രത്യേകത ഇതാണ്. ഫല്യൗമലാത്തുലമു നഫ്സുൻ ഷൈഅ. ഒരാളും തന്നെ ഒരു അനീതിക്കും ഇരയാവുകയില്ല, ഒരു അക്രമവും ഏറ്റുവാങ്ങേണ്ടി വരില്ല. അതുപോലെ വലാ തുജ്സൗന ഇല്ലാ മാ കുന്തും തഅമലൂൻ. നിങ്ങൾ പ്രവർത്തിച്ചതിനുള്ള പ്രതിഫലമല്ലാതെ നിങ്ങൾക്ക് പ്രതിഫലമായിട്ട് ലഭിക്കുകയും ഇല്ല. അത്രയും കണിശമായ ദൈവിക നീതി നടപ്പിലാക്കപ്പെടുന്ന ഒരു നാളാണത്. അന്ന് ഭാഗ്യവാന്മാരായി സ്വർഗത്തിലെത്താൻ സാധിച്ചിട്ടുള്ള ആളുകളുടെ കാര്യം എങ്ങനെയായിരിക്കും എന്നതാണ് അള്ളാഹുവിടെ വിവരിച്ചിട്ടുള്ളത് ഏതാനും ആയത്തുകളിലായിട്ട്. അവര് വലിയ ആനന്ദ അനുഭവം ലഭിക്കുന്ന തരം കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കും. അവരും അവരുടെ ഇണകളും തണൽ വിരിച്ചു നിൽക്കുന്ന സ്വർഗത്തോപ്പില് ചാരുമഞ്ചങ്ങളിലായിട്ട് അവര് ചാരിയിരിക്കുന്ന അവസ്ഥയിലായിരിക്കും. അപ്പോ അവർക്ക് വേണ്ട ഫലവർഗങ്ങളും വിഭവങ്ങളും ഒക്കെ തിന്നാനും കുടിക്കാനും ഉള്ളതൊക്കെ തന്നെ അവർക്ക് അവിടെ നിരന്തരമായി നൽകപ്പെട്ടുകൊണ്ടിരിക്കും. വലഹും ഫീഹ മാ യദ്ദഊൻ. അവർ ആവശ്യപ്പെടുന്നതൊക്കെയും അവർക്ക് അവിടെ ലഭ്യമാവുകയും ചെയ്യും. വേറൊരിടത്ത് വലഹും മാ യശ്തഹൂൻ. അവർ ആഗ്രഹിക്കുന്നതൊക്കെയും അവർക്ക് അവിടെ ലഭ്യമാകും എന്ന് കാണാം. വലഹും മാ യദ്ദഊൻ. അവർ ചോദിക്കുന്നതൊക്കെയും അവർക്കുണ്ട്. ഇനി ചോദിക്കുക എന്ന ഒരു പ്രയാസവും വേണ്ടി വരില്ല. അവർ ആഗ്രഹിക്കുകയേ വേണ്ടതുള്ളൂ. വലഹും മാ യശ്തഹൂൻ. അവർ ആഗ്രഹിക്കുന്നതൊക്കെയും അവർക്ക് അവിടെ യാഥാർത്ഥ്യമായിട്ട് സംഭവിക്കുന്നതും പുലരുന്നതുമായിട്ട് അവർക്ക് കാണാം. സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. അതിലൊക്കെ ഉപരിയായിട്ട് പടച്ച തമ്പുരാന്റെ ഭാഗത്തുനിന്ന്, കാരുണ്യവാനായ റബ്ബിന്റെ ഭാഗത്തു നിന്നുള്ള ആശംസയാണ് അവരിലേക്ക് എത്തുന്നത്. സലാം, നിങ്ങൾക്ക് ശാന്തി, സമാധാനം, മനസ്സംതൃപ്തി ഉണ്ടാവട്ടെ എന്നതാണ് ആ സന്ദർഭത്തിൽ അവർ കേൾക്കുന്ന ആശംസ. നമ്മൾ ഈ വായിച്ച ഏതാനും ആയത്തുകൾക്കിടയിൽ ഇന്നലെ നമ്മൾ കടന്നുപോയ ആയത്തിൽ ഒരിടത്ത് നമ്മൾ ഒരു വാചകം ശ്രദ്ധിച്ചു. ഹാദാ മാ വഅദർ റഹ്മാനു വസദഖൽ മുർസലൂൻ. അവിടെ അല്ലാഹു കാരുണ്യവാനായ റബ്ബ് വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ താക്കീത് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതാണ്, ഈ പുനരുത്ഥാനമാണ്. അതുണ്ടാകും എന്ന കാര്യം കാരുണ്യവാനായ റബ്ബ് താക്കീത് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. പ്രവാചകന്മാരൊക്കെയും അങ്ങനെ ഒരു സംഗതി ഉണ്ടാകുമെന്ന് സത്യപ്പെടുത്തി പറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ ഇവിടെ അള്ളാഹുവിനെ പരാമർശിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അർ-റഹ്മാൻ എന്നതാണ്, കാരുണ്യവാൻ എന്നാണ്. ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, അള്ളാഹു എന്ന നാമത്തിന് പകരമായിട്ട് വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലും ഉപയോഗിച്ചിരിക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായ പദം അർ-റഹ്മാൻ എന്നതാണ്. സകല മനുഷ്യരോടും ജീവജാലങ്ങളോടും അള്ളാഹുവിന്റെ മുഴുവൻ സൃഷ്ടിജാലങ്ങളോടുമുള്ള അള്ളാഹു കാണിക്കുന്ന കൃപാവായ്പിനെയാണ് ഈ റഹ്മാൻ എന്ന വിശേഷണം സൂചിപ്പിക്കുന്നത്. ഇവിടെ കാരുണ്യവാനായതുകൊണ്ടാണ് അള്ളാഹു ഈ വിധത്തിലൊരു താക്കീതും വാഗ്ദാനവും ഒക്കെ നേരത്തെ തന്നെ നൽകിയിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ മിണ്ടാതിരുന്നാൽ മതിയല്ലോ. വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും അതുപോലെ
ആത്മാർത്ഥതയോടുകൂടി വിശ്വാസം ഉൾക്കൊള്ളുന്നവർക്കും കപടന്മാർക്കും എല്ലാവർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന വിധത്തിലാണ് അള്ളാഹു ഈ താക്കീത് നൽകിയിട്ടുണ്ടായിരുന്നത്. അവിടെ പ്രയോഗിച്ച പ്രയോഗം അർ റഹ്മാൻ, ആദാമ വഅദർ റഹ്മാൻ എന്ന് പറഞ്ഞാൽ സകല സൃഷ്ടിജാലങ്ങളോടും അള്ളാഹു കാരുണ്യം കാണിക്കുന്നു എന്നത് സൂചിപ്പിക്കുന്ന ഒരു പദമാണ് റഹ്മാൻ എന്നത്. എന്നാൽ റഹീം എന്ന് പറഞ്ഞാൽ അതല്ല. അത് നമ്മൾ പിന്നീട് ഇന്ന് വായിച്ച ആയത്തുകളുടെ ഏകദേശം അവസാനം കണ്ടില്ലേ? സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. അവിടെ റഹ്മാൻ എന്നല്ല പറഞ്ഞിട്ടുള്ളത്, സലാമുൻ, ശാന്തി സമാധാനം എന്ന് അവരെ ആശംസിക്കുന്നത് ആരാണ്? അത് ഖൗലം മിർ റബ്ബിർ റഹീം, കാരുണ്യവാനായ റബ്ബാണ്. ഇത് റഹീം എന്ന പദം കൊണ്ട് അള്ളാഹു സൂചിപ്പിക്കുന്നത് വിശ്വാസികളായ അള്ളാഹുവിന് വഴിപ്പെട്ട ആളുകളോട്, അള്ളാഹുവിന് വിധേയപ്പെടാൻ സന്നദ്ധരായ ആളുകളോട് അള്ളാഹു കാണിക്കുന്ന കാരുണ്യത്തെയാണ് അത് സൂചിപ്പിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആനിലെ പ്രയോഗങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ റഹ്മാൻ എന്ന പദം സൂചിപ്പിക്കുന്നത് അള്ളാഹു തന്റെ സൃഷ്ടിജാലങ്ങളോട് എല്ലാവരോടുമായിട്ട് കാണിക്കുന്ന കൃപയാണ്. എല്ലാവർക്കും നൽകുന്ന അവസരവും പരിഗണനയും ശ്രദ്ധയും ഒക്കെ സൂചിപ്പിക്കുന്ന വാക്കാണ് റഹ്മാൻ എന്ന്. അതുകൊണ്ടാണ് അള്ളാഹു എല്ലാവരുടെയും സൃഷ്ടാവാണല്ലോ. അള്ളാഹു എല്ലാവരുടെയും സ്രഷ്ടാവാണ് എന്നതിനാലാണ് സ്രഷ്ടാവ് എന്ന അർത്ഥത്തില് പലയിടങ്ങളിലും അർ റഹ്മാൻ എന്ന അള്ളാഹു ഉപയോഗിക്കുന്നത് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എല്ലാവർക്കും ഒരുപോലെ പരിഗണന നൽകുന്നവനായ റബ്ബ്. എന്നാൽ അള്ളാഹുവിന് വിധേയപ്പെട്ടുകൊണ്ട് പ്രത്യേകമായ പരിഗണന അർഹിക്കുന്നവരായി മാറിയ ആളുകളാണ് വിശ്വാസികൾ. അവരുടെ ഭാഗത്തുനിന്ന് ചില വീഴ്ചകളൊക്കെ സംഭവിച്ചിട്ടുണ്ടാവാൻ ഇടയുണ്ട്. അത്തരം വീഴ്ചകളെ അള്ളാഹു പുറത്തു മാപ്പാക്കി കൊടുക്കുന്നു എന്ന് ഖുർആനിലുടനീളം പറഞ്ഞു കാണാൻ കഴിയും. അവിടെ അള്ളാഹുവിനെ പരാമർശിച്ചുകൊണ്ട് പലയിടത്തും പറയുന്നത് ഗഫൂറുൻ റഹീം എന്നാണ്, പുറത്തു കൊടുക്കുന്നവനും കരുണയുള്ളവനും. അവിടെ റഹ്മാൻ എന്നല്ല പറഞ്ഞിരിക്കുന്നത്, റഹീം എന്നാണ്. അത് പ്രത്യേകം ശ്രദ്ധ പതിയേണ്ട ഒരു പ്രയോഗപരമായ ഒരു സംഗതിയാണ്. അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് ആർക്കാണ്? അത് അർഹതയുള്ളവർക്കാണ് നൽകപ്പെടുന്നത്. അവരോടുള്ള കാരുണ്യം എന്നുള്ള നിലക്ക് ആ കാരുണ്യം പക്ഷേ അള്ളാഹു എല്ലാവർക്കും നൽകുന്നില്ല. സൃഷ്ടിജാലങ്ങൾക്കൊക്കെയും നൽകുന്ന കാരുണ്യത്തെ സൂചിപ്പിക്കുന്നത് ആ റഹ്മാൻ എന്ന പദം കൊണ്ടാണെങ്കിൽ, വിശ്വാസികളുടെ ഭാഗത്ത് സംഭവിക്കുന്ന വീഴ്ചകൾക്കുള്ള പരിഹാരമായിട്ട് അള്ളാഹു മഗ്ഫിറത്ത് നൽകുന്നത് പരാമർശിക്കുന്നിടത്ത് അള്ളാഹുവിനെ റഹീം എന്ന വിധത്തിൽ പരാമർശിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ സ്വർഗീയ വാസം തുടങ്ങിയിട്ടുള്ള ആളുകളെ അള്ളാഹു ആശംസിക്കുന്നത് സലാം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആരാണത് ആശംസിക്കുന്നത്? ഖൗലം മിർ റബ്ബിർ റഹീം, റഹീമായ റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള ഖൗലാണിത്, സംസാരമാണിത്. ഈ ആശംസ പക്ഷേ ഈ റഹീം എന്ന അള്ളാഹുവിന്റെ വിശേഷണത്തിന്റെ എന്തെങ്കിലും ഗുണം നിഷേധികൾക്ക് ലഭിക്കുന്നില്ല എന്ന പരോക്ഷമായ ഒരു സൂചന അള്ളാഹു ഇതിൽ ഉൾപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കും. എന്നാൽ അള്ളാഹുവിന്റെ കാരുണ്യം അവന്റെ മുഴുവൻ സൃഷ്ടിജാലങ്ങളോടും ഉണ്ട്. അതുകൊണ്ടാണ് എല്ലാവർക്കും അള്ളാഹു അവസരം നൽകുന്നത്, എല്ലാവർക്കും താക്കീത് നൽകുന്നത്, എല്ലാവർക്കും അവരുടെ അജല് വരെ ഭൂമുഖത്ത് ജീവിക്കാൻ അള്ളാഹു അനുവാദം നൽകുന്നതൊക്കെ അള്ളാഹു എല്ലാവരോടും കാരുണ്യം കാണിക്കുന്നത് കൊണ്ടാണ്. എല്ലാവരോടും നീതിപൂർവകമായ ഒരു നിലപാട് അള്ളാഹു സ്വീകരിക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ അള്ളാഹു അവരുടെ ധിക്കാരമോ അക്രമമോ അനീതിയോ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോ അതിനെതിരില് ഉടനെ അള്ളാഹുവിന്റെ ക്ഷോഭം അള്ളാഹു പ്രകടിപ്പിച്ചുകൊണ്ട് അവർക്കെതിരില് നടപടികളുമായി രംഗത്ത് വരാതിരിക്കുന്നത് അതുകൊണ്ടാണ്. അള്ളാഹുവിന്റെ ഈ റഹ്മാൻ എന്ന വിശേഷണം, അതിന്റെ ഗുണം അവർക്ക് അള്ളാഹു നൽകുന്നത് കൊണ്ടാണ്. അപ്പൊ ഇവിടെ ഞാൻ സൂചിപ്പിച്ചു സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം, കാരുണ്യവാനായ റബ്ബിന്റെ ഭാഗത്തു നിന്നുള്ള അവരെ കേൾപ്പിക്കപ്പെടുന്ന ആശംസ ഇതാണ്, സലാം എന്നതാണ്. സലാമിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കല് ജീവിതത്തില് പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ്. എന്തെങ്കിലുമൊക്കെ മാനസികമായി നമ്മളെ തളർത്തുന്ന വിധത്തിലുള്ള പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ്
നമ്മൾ ഈ ആശംസ എത്ര പ്രാധാന്യമുള്ളതാണെന്ന് മനസ്സിലാക്കുക. വേറൊരു ആശംസയും നമുക്ക് അവിടെ ഫിറ്റ് ഇൻ ചെയ്യാൻ കഴിയില്ല, യോജിക്കൂല. ഒരാൾ വലിയ ദുരിതവും പ്രയാസവും അതുപോലെ മാനസിക സംഘർഷവും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വേറൊരു ഗ്രീറ്റിങ്ങും ചേരൂല എന്ന് ബോധ്യപ്പെടും. ആ സമയത്ത് പടച്ച തമ്പുരാന്റെ കാരുണ്യവും സമാധാനവും ഒക്കെ നിങ്ങളുടെ മേലുണ്ടാവട്ടെ എന്ന് പറയുമ്പോൾ അത് വല്ലാത്ത അർത്ഥഗർഭമായ അർത്ഥപൂർണമായ ഒരു ആശംസയാണ് എന്നത് നമുക്ക് ആ നിമിഷം ബോധ്യപ്പെടും. വളരെ അപൂർവമായിട്ട് അങ്ങനെ നമുക്കൊരു തിരിച്ചറിവ് ഉണ്ടാകുന്ന ഒരു സന്ദർഭമൊക്കെ ഉണ്ടാവുകയുള്ളൂ. പക്ഷെ അതൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ സംഘർഷങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ആ ആശംസയുടെ പ്രാധാന്യം നമുക്ക് ബോധ്യപ്പെടുക. നമ്മളൊരു ശീലത്തിന്റെ പേരിൽ ഒരു ഇസ്ലാമിക അധ്യാപനം പ്രയോഗത്തിൽ കൊണ്ടുവരിക എന്ന നിലക്ക്, ഒരു സുന്നത്ത് നിർവഹിക്കുന്ന നിലക്കൊക്കെ അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. പക്ഷെ നമ്മളെ മനസ്സിനെ മതിക്കുന്ന വിധത്തിൽ ഒരു അനുഭവമായിട്ട് നമുക്കത് മാറുക നമ്മൾ അത്രയും ഏറെ സംഘർഷപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു സമയത്ത് അങ്ങനെ ഒരു ആശംസ കേൾക്കേണ്ടി വരുമ്പോഴാണ്, കേൾക്കാൻ അവസരം ഉണ്ടാവുമ്പോഴാണ്. അപ്പോ ഈ ഒരു ആശംസയാണ് സ്വർഗത്തിലെത്തുന്ന വിശ്വാസികളായ സുഹൃതവാന്മാരായ ആളുകൾ പടച്ച തമ്പുരാൻ അവരെ അറിയിക്കുന്നതായിട്ട് കേൾക്കാൻ അവർക്ക് അവസരം ഉണ്ടാകുന്നു. ഇതിനേക്കാൾ വലിയൊരു ഭാഗ്യം ഒരാൾക്കും ലഭിക്കാനില്ല. അപ്പോ സൂറത്ത് യാസീൻ, ഞാൻ ഇതിന്റെ ആമുഖത്തില് അല്ലെങ്കിൽ ഇതിന്റെ തുടക്കത്തിൽ സൂറത്തിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞപ്പോ സൂചിപ്പിക്കുകയുണ്ടായി, ഇഖ്റഉ സൂറത്ത് യാസീൻ ലി മൗതാക്കും എന്ന് പറയുന്ന ഒരു ഹദീസ് ഉണ്ടല്ലോ. നിങ്ങളുടെ അലാ മൗതാക്കും എന്നോ ചെറിയ വ്യത്യാസത്തിലുള്ള ഹദീസിന്റെ ടെക്സ്റ്റ് ആയിരിക്കും അത്. അപ്പോ നിങ്ങളിൽ മരണാസന്നരായ ആളുകൾക്ക് സൂറത്ത് യാസീൻ കേൾപ്പിക്കുക, അവർക്കത് പാരായണം ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ ഈ കടന്നു പോകുന്ന ആയത്തുകളിലൂടെ നമ്മൾ ഒന്ന് കണ്ണോടിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും. ഈ ആയത്തുകള് മരിക്കാൻ തയ്യാറായി നിൽക്കുന്ന അല്ലെങ്കിൽ അതിനോട് അടുത്ത് നിൽക്കുന്ന ആളുകള് കേൾക്കുന്നത് തീർച്ചയായിട്ടും അവരെ വലിയ ശുഭപ്രതീക്ഷയുള്ളവരാക്കി മാറ്റും. അവരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന വല്ല കളങ്കവും ബാക്കിയുണ്ടെങ്കിൽ അതിന്റെ പേരിൽ അള്ളാഹുവിനോട് മഗ്ഫിറത്ത് തേടാനും തൗബ ചെയ്യാനും ഒക്കെയുള്ള പ്രേരണയാകും. അതുകൊണ്ട് അള്ളാഹുവിനെ ഖൽബുൻ സലീമുമായിട്ട്, വളരെ നിഷ്കളങ്കമായ മനസ്സുമായിട്ട് കണ്ടുമുട്ടുന്നതിന് അവരെ തയ്യാറാക്കി കൊണ്ടുവരും എന്നതാണ് ഈ ആയത്തുകൾ കേൾക്കുമ്പോൾ ഒരാളുടെ മനസ്സിലുണ്ടാകുന്ന മാറ്റം അല്ലെങ്കിൽ പരിവർത്തനം എന്നതാണ്. ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് മരണാസന്നരായ ആളുകൾക്ക് സൂറത്ത് യാസീൻ കേൾപ്പിക്കാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. അത് മരിച്ചു കഴിഞ്ഞ ആളുകളുടെ അടുക്കൽ ഇരുന്ന് ഓതുന്നതിന് ആ ഓതുന്നവർക്കുള്ള ഗുണം ഉണ്ടാവും എന്നതല്ലാതെ മരിച്ചുപോയ ആളുകൾക്ക് അതിന്റെ പ്രയോജനം പിന്നെ ലഭിക്കുന്നില്ലല്ലോ. നമ്മളൊരു സുഹൃതം ചെയ്യുക എന്ന അർത്ഥത്തില് അത്തരം പ്രവർത്തനങ്ങൾ അത് അവർക്ക് ഫലം ചെയ്യുന്നതൊക്കെ ആയിട്ടുണ്ടാവാം. മാതാപിതാക്കൾക്ക് ഒക്കെ അതിന്റെ അജ്റ് കിട്ടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പിന്നീട് പാരായണം നടത്തുന്ന, ഖുർആൻ ഖത്തം ചെയ്ത് തീർക്കുന്ന ഏർപ്പാടൊക്കെ സാധിക്കും. അതെല്ലാം മരിച്ചു കിടക്കുന്ന മയ്യത്ത് അവിടെ വെച്ചുകൊണ്ട് മയ്യത്തിന്റെ അടുക്കൽ ഇരുന്ന് അങ്ങനെ പാരായണം ചെയ്യുന്നത് യഥാർത്ഥത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ച ആ കാര്യത്തിന്റെ ഒരു ചൈതന്യം ഉൾക്കൊള്ളാത്ത വിധത്തിലുള്ള ഒരു പ്രവർത്തനമാണ്. അപ്പോ ഞാൻ സൂചിപ്പിച്ച കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.